ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ എവിടെ നോക്കിയാലും സമാധാനമില്ലാതെ വിഷമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബത്തിലേക്ക് നോക്കിയാൽ സമാധാനമില്ല, മക്കളിലേക്ക് നോക്കിയാൽ സമാധാനമില്ല, ജോലിസ്ഥലത്ത് ചെന്നാൽ സമാധാനമില്ല. എവിടെ നോക്കിയാലും മനുഷ്യന് ഒരു നീറുന്ന ഹൃദയവുമായിട്ടാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. മക്കളാണെങ്കിൽ താന്തോണികളായിട്ട് ജീവിക്കുന്നു, മാതാപിതാക്കന്മാരെ അനുസരിക്കുകയില്ല, അവരോട് സ്നേഹം കാണിക്കുന്നില്ല. മക്കളെ കല്യാണം കഴിച്ചു വിട്ടു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിവോഴ്സായിട്ട് അത് മടങ്ങി വരുന്നു. എവിടെ നോക്കിയാലും മനുഷ്യനൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് മനുഷ്യന് ഒരു സമാധാനം, ഒരു സ്വർഗീയ സമാധാനം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഇവനും അബ്രാഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വേദവാക്യം ധാരാളം വായിച്ച് കേട്ടിട്ടുള്ളതാണ്. കാരണം എപ്പിസ്കോപ്പൻ സഭകളിലെല്ലാം ഭവനകൂദാശ ചെയ്യുമ്പോൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരേക്കുള്ള വാക്യങ്ങൾ. എന്താണ് പ്രിയമുള്ളവരെ, ഇത് സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായതായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഈ വേദവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം തൊട്ട് നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ യെരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയാണ്, ധനവാനാണ്, സമ്പന്നനാണ്. എന്നാൽ അദ്ദേഹത്തിന് ഈ ചുങ്കം പിരിച്ച് വീട്ടിലേക്ക് പൈസ കൊണ്ടുവരും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം റോമൻ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോട് കൂടിയാണ് ചുങ്കം പിരിക്കുന്നതെങ്കിലും അത് ഇത്ര പിരിക്കണം, ഇത്രേ വാങ്ങാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ അവർ തോന്നിവാസമായിട്ട് ചുങ്കം പിരിച്ച് മനുഷ്യനെ പിഴിഞ്ഞ് മേടിക്കുന്ന ഒരനുഭവമായിരുന്നു സക്കായിയുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നാൽ സക്കായി ഇത്രമാത്രം പൈസ പിഴിഞ്ഞ് മേടിച്ച് ജനങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു വരുമ്പോൾ ജനങ്ങൾക്ക് സക്കായിയുടെ ഒരു മതിപ്പുമില്ല, ഒരു സ്നേഹവും ഇല്ല. കാരണം എല്ലാവരും സക്കായിനെ വെറുക്കുന്ന ഒരു ജീവിതമായിരുന്നു. പക്ഷേ സക്കായി ഈ ചുങ്കമെല്ലാം പിരിച്ച് ഇതുപോലെ ജനങ്ങളുടെ അടുത്തുനിന്ന് പൈസയെല്ലാം പിഴിഞ്ഞ് മേടിച്ച് കൂടുതലായിട്ട് വാങ്ങിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിലൊരു സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും സക്കായിയുടെ ജീവിതത്തിൽ വളരെ നിരാശയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രമാത്രം മനുഷ്യൻ്റെ അടുത്തുനിന്ന് ഈ അർഹതയില്ലാത്തതായ മുതലുകൾ പിഴിഞ്ഞു മേടിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഞാൻ അനേക ആളുകളെ പറ്റി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഫാമിലി എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, ഭർത്താവിന് ജോലിയുണ്ട്, രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്. ധാരാളമായിട്ട് പൈസ മേടിക്കാൻ, കൈക്കൂലി മേടിക്കാൻ കിട്ടാൻ ഒരു സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു രണ്ടുപേരും ജോലി ചെയ്തിരുന്നത്. എന്നാൽ കിട്ടുന്ന സമയത്തെല്ലാം ധാരാളം ജനങ്ങളുടെ അടുത്തുനിന്ന് കൈക്കൂലി മേടിക്കുകയും കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ആ കാര്യം നടത്തി കൊടുക്കില്ലാത്ത ഒരു രീതിയിലായതിൻ്റെ പേരിൽ ജനങ്ങൾ ഇദ്ദേഹത്തിന് ധാരാളം പൈസ കൊടുക്കുമായിരുന്നു. ഇതെല്ലാം മേടിച്ച് അദ്ദേഹം ധാരാളം സമ്പാദിച്ചു. വീട് നല്ലൊരു കെട്ടിടം പണിതു, മോളുടെ കല്യാണം കഴിഞ്ഞു, മകൻ വിദേശത്ത് ജോലിക്ക് പോയി. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ യാതൊരു സമാധാനവും ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മോൾ കല്യാണം കഴിച്ച് പോയി, ഒരു 3 മാസം ആ വീട്ടിൽ നിന്നു, ഡിവോഴ്സായിട്ട് തിരിച്ചു പോന്നു. മകൻ വിദേശത്തു നിന്ന് വരുമ്പോൾ വിദേശത്ത് ജോലി കിട്ടുന്ന ശമ്പളം പോരായ വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കും. അവരെ ഏറ്റവും കൂടുതൽ കഠിനമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു ജീവിതം. എന്തിനു പറയുന്നു പ്രിയമുള്ളവരെ? ആ മകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു.
സമാധാനമില്ലാതെ. എന്താണ്? അവർ സമ്പാദിച്ചതല്ലേ. അവർ ധാരാളം സമ്പാദിച്ചു, ജോലി ചെയ്ത് സർക്കാരിൻ്റെ ശമ്പളം കിട്ടി, അതുകൂടാതെ കൈക്കൂലി വാങ്ങിച്ചു, എല്ലാം ഉണ്ടാക്കി. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. മക്കൾ നഷ്ടപ്പെട്ടു പോയി. മോൾ റിവേഴ്സായിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോന്നു. മോൻ ആത്മഹത്യ ചെയ്ത് മോൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അർഹതയില്ലാത്ത സമ്പത്തുകൾ ആ വ്യക്തിയുടെ കുടുംബത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സ്വൈര്യം നഷ്ടപ്പെട്ടു പോയി. വളരെ നിരാശനായിട്ടാണ് ഇന്ന് ആ കുടുംബം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സക്കായി ഇതെല്ലാം കുടുംബത്തിൽ കൊണ്ടുവരികയും സമ്പാദിക്കുകയും എല്ലാം ചെയ്ത് ധാരാളം ഉണ്ടാക്കി വെച്ചെങ്കിലും സക്കായിക്ക് ഒരു നല്ല സമാധാനം അനുഭവിക്കാൻ സക്കായിക്ക് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സക്കായി യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കുന്നത്. സക്കായിക്ക് ഒരു ആഗ്രഹം, ഈ യേശു എങ്ങനെയുള്ളവനാണെന്ന് സക്കായിക്കൊന്ന് അറിയണം, ഒന്ന് കാണണം. അത്രമാത്രം നിരാശ നിറഞ്ഞൊരു ജീവിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുക്രിസ്തു ആ വഴിയായി എരിഹോവിൽ കൂടി കടന്നു വരുന്നുണ്ടെന്ന് സക്കായി അറിയുന്നത്. അപ്പോൾ യേശുവിനെ ഒന്ന് കാണണമെന്ന് സക്കായിക്ക് വളരെ ആഗ്രഹം. സക്കായി ചുങ്കം ഓഫീസെല്ലാം പൂട്ടി താക്കോലും അന്നത്തെ പിരിവുകാശും എല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് വരുമ്പോൾ യേശു ആ വഴിയായിട്ട് വരുന്നു. ഈ യേശു ഈ സക്കായിയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ യേശു ഒരു രോഗിയെ സൗഖ്യം കൊടുത്തു. ഈ യേശു സൗഖ്യം കൊടുത്തതുകൊണ്ട് അനേകം ആൾക്കാർ ഈ യേശുവിൻ്റെ പിന്നാലെ കൂടി. കാരണം പെട്ടെന്നൊരു അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം യേശുവിൻ്റെ കൂടെ കൂടി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യേശുക്രിസ്തുവിന് 12 അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്. പക്ഷേ ഈ ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ കൂടെ ഇങ്ങനെ കൂടി ഈ അടയാളം, ഈ സൗഖ്യം കൊടുക്കുന്നത് കണ്ടപ്പോൾ ധാരാളം ആൾക്കാർ യേശുവിൻ്റെ കൂടെ കൂടി. ആൾക്കാർ തിങ്ങി കൂടി റോഡിൽ കൂടെ വരുമ്പോഴാണ് ഈ സക്കായി ഈ യേശുവിനെ കാണാനായിട്ട് ബന്ധപ്പെടുന്നത്. സക്കായി പൊക്കത്തിൽ കുറവുള്ളവനായിരുന്നു, അതുകൊണ്ട് നേരിട്ട് വരുമ്പോൾ കാണാൻ പറ്റിയില്ല. പക്ഷേ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണം, സക്കായിനെ ആരും കാണരുതെന്നും സക്കായിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പൊക്കത്തിൽ കുറവുള്ളവനായ സക്കായി ഓടി വന്ന് ഒരു അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിന്നു. ആ വഴിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു. അവിടെ നിന്നിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ സക്കായിക്ക് ഒരു ചിന്ത, എങ്ങനെയാണ് ഈ യേശു എന്നെ അറിയുന്നത്? എൻ്റെ പേരെങ്ങനെയാണ് അറിയുന്നത്? എന്നെ എങ്ങനെയാണ് ഈ യേശു അറിയുന്നതെന്ന് സക്കായി പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആ മരത്തിൽ നിന്ന് സക്കായി പെട്ടെന്ന് ചാടി ഇറങ്ങി യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിന് പറഞ്ഞു, സക്കായി 2 കൈയും വിറച്ച് ഒരു ഭയത്തോടു കൂടിയാണ് നിൽക്കണേ. കാരണം എൻ്റെ പേര് വിളിച്ച് എന്നെ ഇറക്കിയതായ ദൈവം. സക്കായിക്ക് യേശുവിൽ ഒരു പൂർണ്ണമായും ഒരു വിശ്വാസം ഉണ്ടായി. ഇത് സാക്ഷാൽ ദൈവമാണെന്നും എന്തായാലും യേശുവിനെ പിന്തുടരാൻ നല്ലതാണെന്നും ഈ സക്കായിക്കൊരു വലിയൊരു ആഗ്രഹം സക്കായിയുടെ ഹൃദയത്തിലുണ്ടായി. സക്കായി യേശുവിൻ്റെ അടുത്ത് നിന്നു, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. യേശു സക്കായിയോട് പറഞ്ഞൊരു വാക്കാണ്, ഇവനും അബ്രാഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ആദ്യം പറഞ്ഞത് ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നാണ്. ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായിക്ക് മനസ്സിലായി, ഈ വലിയവനായ ദൈവം, ഈ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഭവനത്തിൽ പാർക്കാൻ വരാൻ അർഹതയുള്ളൊരു ഭവനമല്ല എൻ്റെ. സക്കായി അപ്പോൾ തന്നെ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി തിരുത്തിർക്ക് കൊടുക്കുന്നു. സക്കായി ധാരാളം സമ്പാദിച്ച മനുഷ്യനാണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ആ സമ്പത്തിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ചതുവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു ഇതൊന്നും കൊടുക്കാനോ നീ എന്തുമാത്രം മേടിച്ചെടുത്തെന്നോ എത്രമാത്രം ചതിച്ചു മേടിച്ചെന്നോ ഒന്നും യേശു സക്കായിയോട് ചോദിച്ചില്ല. എന്നാൽ സക്കായിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അർഹതയില്ലാത്തതായ സമ്പത്തുകൾ വെച്ചുകൊണ്ട് ഈ യേശുവിനെ പിന്തുടരാൻ സാധിക്കുകയില്ലെന്ന് സക്കായിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ സക്കായി പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ചതുവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇവനും അബ്രാഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. അതുകൊണ്ടാണ് എപ്പിസ്കോപ്പൻ സഭകളിലെല്ലാം ഈ ഭവനകൂദാശിക്ക് ഈ വേദവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 10-ാം വാക്യം വരേക്കും വായിക്കുന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ഭവനങ്ങൾ കൂദാശ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കൂദാശ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അർഹതയില്ലാത്തത് നമ്മുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റി തിരുത്തേണ്ടത് തിരുത്തണം. പ്രിയമുണ്ടല്ലോ, എൻ്റെയൊക്കെ ഭവനം വർഷങ്ങൾക്ക് മുമ്പ് കൂദാശ ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള തിരുത്തുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് പുരോഹിതൻ വന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കട്ടളപ്പടിയുമേലും കുറുമടിമേലും കുരിശിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ അതിനു മുമ്പ് പുരോഹിതനൊരു വാക്ക് അന്ന് പറയുമായിരുന്നു. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 10-ാം വാക്യത്തെ പറ്റിയവരേക്കും പുരോഹിതനൊരു 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷമാണ് അന്ന് പെരകുദാശ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് സംസാരിക്കുമെങ്കിൽ തന്നെയും അന്നൊരു തിരുത്തലൊന്നും എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്താതെ, മാറ്റേണ്ടത് മാറ്റാതെ ഒരിക്കലും ഒരു ഭവനം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കൂദാശ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് എനിക്കിന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സക്കായി എടുത്തതായ ആ തീരുമാനം ഒരു വലിയൊരു തീരുമാനമായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ യേശു അവനോട് നീ എത്ര സമ്പാദിച്ചു, നീ എത്ര വാങ്ങിച്ചു, നീ എത്ര കൊടുക്കണം, ഇതൊന്നും യേശു അവനോട് പറഞ്ഞില്ല. പക്ഷേ യേശുവായിട്ട് ജീവിതത്തിൽ ബന്ധത്തിലേക്ക് വന്നപ്പോൾ അവന് മനസ്സിലായി, ഈ വലിയവനായ ദൈവം, ഈ യേശുക്രിസ്തു എൻ്റെ ഭവനത്തിൽ വസിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടതെല്ലാം നാം മാറ്റിയേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും അർഹതയില്ലാത്തത് നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? അനേകർ ഈ വചനം കേൾക്കുന്നവരിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരുണ്ടാവും, വേണ്ട ബിസിനസ്സിൽ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നാം എന്തെങ്കിലും രീതിയിൽ തട്ടിപ്പോ വെട്ടിപ്പോ കാണിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്വഭാവം കാണിച്ച് നാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കലും അത് ജീവിതത്തിലേക്ക് അത് മുതൽക്കൂട്ടായിട്ട് വരികയില്ല. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നാം എത്രമാത്രം സമ്പാദിച്ചാലും, നാം ഏതെല്ലാം രീതിയിൽ സമ്പത്തുണ്ടാക്കിയാലും, പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തു പ്രയോജനം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മനുഷ്യൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ എത്രയോ ചുരുക്കമാണ്. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 80, 90 അല്ലെങ്കിൽ 100, 110 വയസ്സ് വരേക്ക് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കും. ആ നിസാരമാകുന്ന ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് നാം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് എവിടെ പോകും? നമ്മളാരെങ്കിലും ചിന്തിക്കാറുണ്ടോ, എൻ്റെ ആത്മാവ്, എൻ്റെ മരണശേഷം എൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകുമെന്നുള്ളത്? ആരും ചിന്തിക്കാറില്ല. ഈ ലോകപ്രകാരം ജീവിച്ചു, വസ്തു സമ്പാദിച്ചു, മക്കളെ വളർത്തി, അവർക്ക് ജോലി മേടിച്ചു കൊടുത്തു, വലിയ വലിയ കെട്ടിടങ്ങൾ പണിതു, എല്ലാ രീതിയിലും മനുഷ്യൻ ചിന്തിക്കും. പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകത്തിലാണ്. ദേഹമുണ്ട്, ദേഹിയുണ്ട്. ആത്മാവെന്ന ദൈവത്തിൻ്റെ അംശം ഒരു മനുഷ്യനിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്കൊരു മരണമില്ലേ? ഈ ലോകത്തിൽ നമ്മളെല്ലാവരും മരിക്കുകയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ലേ? പക്ഷെ നമ്മുടെ ആത്മാവ് എവിടെ പോകും? നമ്മുടെ ആത്മാവ്, കർത്താവായ യേശുക്രിസ്തു പോയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പണിയുന്നതായ ഭവനത്തിൽ, ആ നിത്യ സ്വർഗരാജ്യത്തിൽ നമുക്ക് വസിക്കാൻ സാധിക്കുമോ? നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടതെല്ലാം തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഈ സക്കായിയോട് ഒന്നും ചോദിച്ചില്ല. നീ എത്ര സമ്പാദിച്ചെന്നോ, നീ എത്ര പിടിച്ചു പറിച്ച് മേടിക്കുന്നോ, ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ, ഒന്നും ചോദിച്ചില്ല. പക്ഷെ സക്കായിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ തിരുത്താൻ സക്കായിക്ക് മനസ്സുണ്ടായി. എന്നാൽ വേറെ ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17 മുതൽ നമുക്ക് വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്,
നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും സമ്പന്നന്മാരായിരുന്നു. സക്കായി സമ്പന്നനായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ട ഈ വ്യക്തിയും സമ്പന്നനായ മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. മാന്യമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. കൽപ്പനകൾ കൃത്യമായിട്ടും പ്രമാണിക്കുന്ന മനുഷ്യനാണ്. യേശു അവനോട് പറഞ്ഞു, കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന മനുഷ്യനാണ്. ഇതിലൊന്നും ഞാൻ ഒരിക്കലും ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനാണെന്ന് ആ വ്യക്തി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു. സത്യമാണ്, അയാൾ പറഞ്ഞതും സത്യമാണ് പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞില്ല, യേശു അവനെ സ്നേഹിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയോട് യേശുവിന് വളരെ സ്നേഹം തോന്നി. പക്ഷേ യേശു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അതിന് ശേഷം നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ സക്കായിയോട് പറഞ്ഞത് ഒന്നും ചോദിച്ചില്ല. നീ എത്ര സമ്പാദിച്ചെന്നോ, നീ എത്ര കൊടുത്തെന്നോ, നീ എത്ര മേടിച്ചെന്നോ, നീ ആരെയൊക്കെ വഞ്ചിച്ചെന്നോ ആരും ഒന്നും ചോദിച്ചില്ല. സക്കായി അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായി. സക്കായി യേശു ചോദിക്കാതെ തന്നെ കൊടുക്കാൻ സക്കായിക്കൊരു മനസ്സ് ദൈവം കൊടുത്തു. സക്കായി എല്ലാം വിട്ടുപിരിഞ്ഞു. പക്ഷെ സക്കായി ഒന്നും കൊടുത്തില്ല. കൊടുക്കാമെന്ന് സക്കായിയുടെ ജീവിതത്തിൽ, സക്കായിയുടെ ഹൃദയത്തിൽ തീരുമാനം വന്നു. എൻ്റെ വസ്തുവകയിൽ ഞാൻ പാല് ദരിദ്രർക്ക് കൊടുക്കുന്നു, ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു. ഈ സക്കായിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ യേശു അവനോട് പറഞ്ഞത്, ഇവനും അബ്രാഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്നാൽ ഈ സഹോദരൻ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്താണ് പറയണത്? യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. യേശു അവനോട് അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അവൻ എന്തു ചെയ്തു? അവനാകെ വിഷമമായി. ഞാൻ ഇത്രമാത്രമുള്ള എൻ്റെ സമ്പത്ത് ഇങ്ങനെ യേശു പറയുമെന്ന് ആ വ്യക്തി ഒരിക്കലും ചിന്തിച്ചില്ല. യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരു സ്നേഹം പങ്കിടാം, ഇനി എന്തെങ്കിലും ഒക്കെ തിരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുള്ള തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാമെന്നൊക്കെ വിചാരിച്ചാണ് സത്യത്തിൽ ഈ വ്യക്തി യേശുവിൻ്റെ അടുത്ത് വരുന്നത്. യേശു ഇത്രമാത്രം പറയുമെന്ന് ആ മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമ്പത്തിലേക്ക് കൈവച്ച് കഴിഞ്ഞപ്പോൾ അവൻ, ആ വ്യക്തിയുടെ സമ്പത്ത് ധാരാളം സമ്പന്നനായ ഒരു മനുഷ്യനാണ്, അത് മുഴുവൻ വിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിൽക്കാൻ ആ മനുഷ്യന് മനസ്സില്ലാതെ ആ മനുഷ്യൻ നിരാശനായിട്ട് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, പക്ഷേ ആ മനുഷ്യൻ സക്കായി എടുത്തതുപോലെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെ എടുത്തിരുന്നെങ്കിൽ അയാൾ വിറ്റില്ലായെങ്കിൽ തന്നെ അവൻ്റെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ, ആ സമ്പത്തിൽ നിന്നും അവൻ്റെ ആ മനുഷ്യൻ്റെ ഹൃദയം ഒന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വിൽക്കേണ്ട വരികയില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ അതിദുഃഖിതനായി. സമ്പത്ത് വിൽക്കാൻ അവന് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക മനുഷ്യരും അങ്ങനെയാണ്. അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. വചനം കേട്ട് വചനം കേൾക്കുമ്പോൾ തീരുമാനം എടുക്കും. പക്ഷേ പാപം വിട്ട് ജീവിക്കാൻ, വിശുദ്ധിയിലേക്ക് ജീവിക്കാനായിട്ട് അനേകർക്കും സാധിക്കുന്നില്ല. ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്താൻ സാധിക്കുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നീ ഈ അനേകം ആളുകളുടെ ഇങ്ങനെയെല്ലാം പിടിച്ചു പറിച്ച് മേടിച്ച് സമ്പാദിച്ച് വെച്ചിട്ട് നിനക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്പാദിച്ചതെല്ലാം? നമ്മൾ ഒരു ദിവസം ജീവിക്കുവാണെങ്കിലും അത് സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം, യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കണം, യേശുക്രിസ്തുവിന് വേണ്ടി ആയിത്തീരണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയാലും അതെല്ലാം ഈ ഭൂമിയിൽ തീരും. ഈ ലോകത്തിൽ എത്രമാത്രം സമ്പാദിച്ചാലും, നീ ഏതെല്ലാം മണിമാളുകൾ കെട്ടിപ്പടക്കിയാലും, എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും സഹോദര, അത് ഈ ഭൂമിയിൽ തീരും, ഈ ലോകത്തിൽ തീരും. പക്ഷേ നിത്യതയിൽ നീ യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് വാഴാൻ സാധിക്കുമോ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. എന്താ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടാത്തതിൻ്റെ കാരണം? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അനേകർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ സത്യമാണ് താനും,
അവർക്ക് കുടുംബത്തിൽ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരും, മക്കളുടെ പ്രശ്നത്തിൽ വേദനിക്കുന്നവരും അനേക വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വീടില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല രീതിയിലും ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? ഇന്ന് അനേകരുടെ പ്രാർത്ഥനയുമേൽ റാഞ്ചൽ പക്ഷി ഇറങ്ങുക ചെയ്യുന്നത്. റാഞ്ചൽ പക്ഷി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ വ്യക്തി ഇത്രമാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ദൈവം അവർക്കൊരു മറുപടി കൊടുക്കാത്തത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായൊരു കാര്യം, അനേകർ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയുമേൽ റാഞ്ചൽ പക്ഷി ഇറങ്ങുക. നമുക്ക് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയൊക്കെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റാഞ്ചൽ പക്ഷി ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന്. അവനവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു, ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. അവൻ വലിയ വലിയ സാധനങ്ങളൊക്കെ പിളർന്നു. പശുക്കിടാവിനെ വളർന്നു, ആടുകളെ പിളർന്നു വെച്ചു. 3 ഐറ്റംസും അവൻ 5 കൂട്ടമാണ് പറഞ്ഞത്. 3 ഐറ്റംസും അവൻ പിളർന്നു വെച്ചു, നേർക്ക് നേർ വെച്ചു. എന്നാൽ ചെറുതായ പ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ അവന് പിളർന്നു വയ്ക്കുവാൻ സാധിച്ചില്ല. ശത്രു അതിനകത്ത് അവകാശം പറഞ്ഞ് ഇറങ്ങി വന്നു. റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്നു. എന്താ കാരണം? പിളരാൻ പറഞ്ഞതായ സാധനങ്ങൾ അവൻ പിളർന്നു വെച്ചില്ല. അതാണ് റാഞ്ചൽ പക്ഷി ഇറങ്ങാണ്ടായ കാരണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ആവശ്യങ്ങൾ ദൈവം മാനിക്കാത്തത്? സഹോദര, നിൻ്റെ പ്രാർത്ഥനമേൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ റാഞ്ചൽ പക്ഷി ഇറങ്ങുന്നുണ്ട്. നീ അത് മനസ്സിലാക്കുന്നില്ല. നിൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യം നീ തിരുത്താൻ നിനക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് റാഞ്ചൽ പക്ഷി ഇറങ്ങുന്നത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കാം, നിൻ്റെ ജീവിതത്തിൽ ആരെയെങ്കിലും നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും വാങ്ങിച്ചാൽ കൊടുക്കാൻ നിനക്ക് കൊടുക്കാതെ ഇരിക്കുന്നുണ്ടോ? ഏതെങ്കിലും മനുഷ്യന് ദ്രോഹമായിട്ട് നീ പെരുമാറിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും നല്ല ആവശ്യങ്ങളെ നീ കാരണം മുടങ്ങിപ്പോയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മനുഷ്യൻ വലിയ ചിന്തിക്കണേ. വ്യഭിചാരം ചെയ്തോ, ആരെയെങ്കിലും കൊന്നോ, മോഷ്ടിച്ചോ, ഇതൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിന്മേൽ റാഞ്ചൽ പക്ഷി ഇറങ്ങി വരും. നീ തിരുത്തേണ്ടത് തിരുത്തില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ വ്യക്തി ജീവിതത്തിലും നിൻ്റെ കുടുംബ ജീവിതത്തിലും റാഞ്ചൽ പക്ഷി ഇറങ്ങി വരും. നീ പ്രാർത്ഥിക്കുന്നുണ്ട് ശരിയാണ്, നീ നോയമ്പ് നോക്കുന്നുണ്ട് ശരിയാണ്, നീ ഉപവസിക്കുന്നുണ്ട് ശരിയാണ്. പക്ഷേ ഇത് റാഞ്ചൽ പക്ഷി ഇറങ്ങി വരുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥനമേൽ. അത് നീ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെറുതോ വലുതോ എന്ത് പ്രശ്നമായാലും അത് കണ്ടുപിടിച്ച് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അത് തുറന്നു പറഞ്ഞ് അതിനെല്ലാം പരിഹാരം വരുത്തണം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. നീ ഏത് സൊസൈറ്റിയിൽ ജീവിച്ച മനുഷ്യനാണെങ്കിലും, നീ എത്ര മാത്രം കൊടിയ പാപം ചെയ്തവനാണെങ്കിലും യേശുക്രിസ്തു നിൻ്റെ പാപം ക്ഷമിച്ചു തരും. നീ അത് മനസ്സിലാക്കുക. യേശുക്രിസ്തു ഒരു ക്രൂരനായ ഒരാളല്ല. അവൻ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയിട്ടും പാപികളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ യേശുക്രിസ്തുവിനെ നമുക്ക് എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശുവിനെ എത്രമാത്രം എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു, ഞാൻ അത്രമാത്രം എൻ്റെ യേശുവിനെ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, അവനിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ഈ യേശുവിനെ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നതായ കുറവുകൾ കണ്ടുപിടിച്ച് എവിടെയെങ്കിലും മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാം മലർത്തി വെച്ച്, കർത്താവ്, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, ഇന്ന സമയത്ത് ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, ഞാൻ വേദനിപ്പിച്ചു പോയി, കർത്താവെ എനിക്ക് ക്ഷമിച്ചു തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്നെ മേൽ ആവസിച്ച് നീ ഒരു പുതിയ മനുഷ്യനായി തീരും. നിൻ്റെ പാപങ്ങൾ നീ മറച്ചു വെച്ചിരിക്കുക. തുറന്നു പറയാൻ നിനക്ക് ലജ്ജയാ. പ്രിയപ്പെട്ടവരെ, ദൈവം ദുഃഖിക്കും. റാഞ്ചൽ പക്ഷി ഇറങ്ങി വരും. ഇന്ന് അനേകരുടെ കുടുംബജീവിതത്തിലും റാഞ്ചൽ പക്ഷി ഇറങ്ങി വരുന്നതിൻ്റെ കാരണം ഇതാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം അവനെല്ലാം പിളർന്നു വെക്കുന്നില്ല. ദൈവസന്നിധിയിലെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ സമർപ്പണം എടുക്കാൻ അവന് താല്പര്യം വരുന്നില്ല. പ്രിയമുള്ളവരെ, അത് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. സക്കായി കൊണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, സക്കായി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സക്കായി എല്ലാം തുറന്നു പറയുവാനും യേശുവിനോട് കൂടെ ആയിത്തീരുവാനും സക്കായിക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടി. യേശു ഒന്നും ചോദിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടോ അല്ല, സക്കായി എല്ലാം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഞാൻ എല്ലാം എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ഞാൻ ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ വകയായി തീരും.
അവനോടാണ് യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നിൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിനക്ക് വരണമെങ്കിൽ, ക്രിസ്തുവിങ്കിലേക്ക് നിനക്ക് വരണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് നീ പോകണമെങ്കിൽ നീ സകലതും വിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കണം. എല്ലാം വിട്ട് ക്രിസ്തുവിനായി ആയിത്തീരണം. പ്രിയമുള്ളവരെ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷം, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ സമയം അത്രയും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സ്നേഹിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, എല്ലാം വിട്ടുപിരിഞ്ഞ് അങ്ങയോട് കൂടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സക്കായി എടുത്തതായ തീരുമാനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലുമായി തീരുവാൻ തക്കവണ്ണം പിതാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ നീ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകർന്ന് പുതിയ മനുഷ്യനാക്കി എല്ലാവരെയും തീർക്കണമേ. ഈ ലോകത്തിൽ കഷ്ടതകളിലും വേദനയിൽ നിന്നും കർത്താവെ ഞങ്ങൾക്ക് സമാധാനത്തോടെ പടർന്നു പോകാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം പിതാവേ. ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.